ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റ് വഴി എങ്ങനെ ഡിഗ്രി ആപ്ലിക്കേഷന് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാം എന്നുള്ളതാണ്. അപേക്ഷ സമർപ്പിക്കാൻ ഡോക്യുമെൻ്റായിട്ട് വേണ്ടി വരുന്നത് ആപ്ലിക്കൻറ്റിൻ്റെ ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, ആധാർ കാർഡ്, SSLC സർട്ടിഫിക്കറ്റ്, +2 സർട്ടിഫിക്കറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഗൂഗിളിൻ്റെ ഒരു പുതിയ പേജ് ഓപ്പൺ ചെയ്ത് ഇതിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി എന്ന് ടൈപ്പ് ചെയ്ത് നൽകുക. ഓപ്പൺ ആയിട്ട് വരുന്ന നെക്സ്റ്റ് പേജിൽ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓഫ് കണ്ണൂർ യൂണിവേഴ്സിറ്റി എന്ന ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്ത് നൽകേണ്ടത്. നെക്സ്റ്റ് വരുന്ന കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഹോം പേജിൽ അഡ്മിഷൻ ഓപ്പൺ അപ്ലൈ നൗ എന്ന ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നൽകുക. ഓപ്പൺ ആയിട്ട് വന്നിരിക്കുന്ന പേജിൽ രജിസ്റ്റർ ഹിയർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷൻ ചെയ്യുന്നതിന് മുൻപ് സൈറ്റിൽ കൊടുത്തിരിക്കുന്ന പ്രോസ്പെക്ടസ്, ഇൻസ്ട്രക്ഷൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. നെക്സ്റ്റ് വരുന്ന പേജിൽ ആപ്ലിക്കൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് എൻ്റർ ചെയ്ത് നൽകേണ്ടത്. പേര്, ജെൻഡർ, കാറ്റഗറി, അതുപോലെ തന്നെ ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ്, ഡേറ്റ് ഓഫ് ബർത്ത്. ഒരു പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് നൽകുകയും വേണം. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പർ കേസ്, ലോവർ കേസ്, സിമ്പിൾ, നമ്പർ വരുന്ന രീതിയിലാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപേക്ഷകൻ്റെ കാറ്റഗറി കൊടുക്കുമ്പോൾ OBC എന്നുള്ള ഓപ്ഷൻ സൈറ്റിൽ അവൈലബിൾ അല്ല. ജനറൽ, SC/BC എന്നുള്ള ഓപ്ഷനാണ് OBC കാറ്റഗറിയിലുള്ളവർ സെലക്ട് ചെയ്ത് നൽകേണ്ടത്. പാസ്വേഡ് കൊടുക്കുക. അതുപോലെ തന്നെ കൺഫേം പാസ്വേഡ് എന്നുള്ള ഓപ്ഷനിൽ ഈ ഒരു പാസ്വേഡ് വീണ്ടും കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ ആപ്ലിക്കേഷൻ നമ്പർ കാണിച്ചിട്ടുണ്ട്. ഇത് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ആപ്ലിക്കേഷൻ നമ്പർ എന്നുള്ള ഓപ്ഷനിൽ ഓൾറെഡി ലഭിച്ചിട്ടുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പറും ക്രിയേറ്റ് ചെയ്ത് നൽകിയിരിക്കുന്ന പാസ്വേഡും സൈറ്റിൽ വന്നിരിക്കുന്ന ക്യാപ്ച കോഡും കൊടുത്തതിന് ശേഷം ലോഗിൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ലോഗിൻ ചെയ്ത് കയറാവുന്നതാണ്. ഓപ്പൺ ആയിട്ട് വരുന്ന പേജിൽ ഇൻസ്ട്രക്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ ഇൻസ്ട്രക്ഷൻസും കൃത്യമായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. പേജിൻ്റെ താഴേക്കായിട്ടൊന്ന് സ്ക്രോൾ ചെയ്യുക. പേജിൻ്റെ ഏറ്റവും താഴെ നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് അപേക്ഷാ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഫോട്ടോയുടെയും സിഗ്നേച്ചറിൻ്റെയും ഒക്കെ സൈസും ഡീറ്റെയിൽസും കൃത്യമായി സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഫോട്ടോഗ്രാഫ് 150, 200, 40 KB കുറവ് JPG ഫോർമാറ്റിലും, സിഗ്നേച്ചർ 150, 100 JPG ഫോർമാറ്റിൽ 40 KB കുറവായിട്ടുമാണ് അറ്റാച്ച് ചെയ്ത് നൽകേണ്ടത്. ഓപ്പൺ ആയിട്ട് പ്രൊസീഡ് ചെയ്ത് വരുന്ന പേജിൽ ആപ്ലിക്കൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസിൻ്റെ ഭാഗമാണ് ആദ്യം വരുന്നത്. ഓൾറെഡി ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്തിട്ടുള്ള പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, ഫോൺ നമ്പർ, ഇമെയിൽ ID തുടങ്ങിയ കാര്യങ്ങൾ സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. ആർ യു കേരളൈറ്റ് എന്ന് ചോദിക്കുന്ന ഭാഗത്ത് കേരളത്തിൽ ജനിച്ച വ്യക്തിയാണെങ്കിൽ S എന്നുള്ള ഓപ്ഷനാണ് നൽകേണ്ടത്. പാരന്റ് ഓർ ഗാർഡിയൻ നെയിം കൃത്യമായിട്ടൊന്ന് ടൈപ്പ് ചെയ്ത് നൽകേണ്ടതാണ്. അതുപോലെ തന്നെ അഡ്രസ് ഡീറ്റെയിൽസും കൃത്യമായിട്ട് നൽകേണ്ടതാണ്. അഡ്രസ്സ് കൊടുക്കുന്ന സമയത്ത് ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സിലൊക്കെ ഉള്ള അഡ്രസ് ഡീറ്റെയിൽസ് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അഡ്രസ്സ് കൃത്യമായി നൽകിയതിന് ശേഷം പേജ് പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. പേജിന് താഴേക്കായിട്ടൊന്ന് സ്ക്രോൾ ചെയ്യാം. വെദർ ക്രിമിലെയർ എന്ന് ചോദിച്ചിട്ടുണ്ട്. OBC കാറ്റഗറിയിൽ വരുമാന പരിധി 8 ലക്ഷം രൂപയിൽ കുറവ് വരുന്നതാണെങ്കിൽ നോൺ ക്രിമിലെയർ എന്നുള്ള ഓപ്ഷനും, 8 ലക്ഷം രൂപയിൽ കൂടുതലാണെങ്കിൽ ക്രിമിലെയർ എന്നുള്ള ഓപ്ഷനും, മറ്റ് കാറ്റഗറികളാണെങ്കിൽ അതായത് ജനറൽ, SC, ST കാറ്റഗറി ആണെങ്കിൽ നോട്ട് ആപ്ലിക്കബിൾ എന്നുള്ള ഓപ്ഷനും സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ്. കാറ്റഗറി ഡീറ്റെയിൽസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം വരുന്ന ഭാഗത്ത് റിലീജിയൻ എന്നുള്ള ഓപ്ഷനാണ് നൽകേണ്ടത്. അപേക്ഷകൻ്റെ റിലീജിയൻ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം ഏതാണോ അത് കൃത്യമായിട്ട് നൽകുക. തൊട്ട് താഴെയായിട്ട് yes or no ചോദിച്ചിട്ടുണ്ട്. അതായത് ആർ യു എലിജിബിൾ ഫോർ കമ്മ്യൂണൽ റിസർവേഷൻ ചോദിച്ചിട്ടുണ്ട്. കമ്മ്യൂണൽ റിസർവേഷൻ ലഭിക്കുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ yes എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ്. yes എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപേക്ഷകൻ്റെ കാറ്റഗറി ഡീറ്റെയിൽസ് ഏതാണ് എന്നുള്ളത് സെലക്ട് ചെയ്ത് നൽകുക. കാസ്റ്റ് ഏതാണ് എന്നുള്ളത് കൃത്യമായിട്ടൊന്ന് സെലക്ട് ചെയ്ത് നൽകുക. പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ചോദിക്കുന്നുണ്ട്. ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രം ഡീറ്റെയിൽസ് നൽകുക, ഇല്ല എങ്കിൽ നോ എന്ന് കൊടുക്കുക. ജനറൽ കാറ്റഗറിയിൽ വരുമാന പരിധി 8 ലക്ഷം രൂപയിൽ കുറവ് വരുന്നവരാണെങ്കിൽ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ അഥവാ EWS കാറ്റഗറിയിൽ ഉൾപ്പെടുന്നവരാണ്. ജനറൽ കാറ്റഗറിയിൽ വരുമാന പരിധി 8 ലക്ഷം രൂപയിൽ കുറവാണ് എങ്കിൽ yes എന്ന് കൊടുക്കുക. ഇതിനുള്ള സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്നും നേരിട്ടാണ് കളക്ട് ചെയ്യേണ്ടത്. ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതല്ല. സർട്ടിഫിക്കറ്റുകളൊക്കെ അഡ്മിഷൻ്റെ സമയത്താണ് പ്രൊസീഡ് ചെയ്യേണ്ടത്. സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അടുത്തായിട്ടുള്ള ഭാഗത്ത് സ്പെഷ്യൽ വെയിറ്റേജ് ഡീറ്റെയിൽസ് ആണ്. NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, NSS, സ്റ്റുഡൻസ്, പോലീസ് കേഡറ്റ്, സർവീസ് ആൻഡ് വിഡോ, ചിൽഡ്രൻ തുടങ്ങിയ ഓപ്ഷൻസ് ഒക്കെയാണ് വരുന്നത്. ഇതിൽ ഏതെങ്കിലും കാറ്റഗറിയിൽ ഉൾപ്പെട്ടതാണെങ്കിൽ മാത്രം അതിൻ്റെ ഡീറ്റെയിൽസ് നൽകിയാൽ മതി. അതല്ലെങ്കിൽ അവിടെ ഒന്നും നൽകേണ്ടതില്ല. അടുത്തതായിട്ട് വരുന്ന ഭാഗത്ത് മിസലേനിയസ് ഡീറ്റെയിൽസ് ആണ് നൽകേണ്ടത്. റിസർവേഷൻ ഫോർ നോമിനീസ് എന്നുള്ള ഓപ്ഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആ ഒരു ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യുക.
ചോദിച്ചിരിക്കുന്ന ഏതെങ്കിലും കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതാണെങ്കിൽ മാത്രം ഡീറ്റെയിൽസ് കൊടുത്താൽ മതി. അതല്ല എങ്കിൽ നോട്ട് ആപ്ലിക്കബിൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. നോട്ട് ആപ്ലിക്കബിൾ ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് വരുന്ന ഭാഗത്ത് ഡു യു കംപ്ലീറ്റഡ് എനി ഡിഗ്രി കോഴ്സ് ഇൻ റെഗുലർ മോഡ്, മുൻപ് ഡിഗ്രി ചെയ്തിട്ടുണ്ടോ എന്നാണ്. നോ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഓൾറെഡി ചെയ്തിട്ടുണ്ടെങ്കിൽ എസ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. സെൽഫ് ഫിനാൻസിങ് ഡിഫോൾട്ടായിട്ട് എസ് എന്ന് വരുന്നതാണ്. ഹാവ് യു റെപ്രസെൻറ്റഡ് എനി സ്പോർട്സ് കോമ്പറ്റീഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉണ്ടെങ്കിൽ എസും, ഇല്ല എങ്കിൽ നോ എന്നും നൽകാവുന്നതാണ്. വിവരങ്ങളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്ത് നൽകേണ്ടത്. സേവ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സൈഡിൽ ഒരു അലർട്ട് മെസ്സേജ് വരുന്നുണ്ട്. ഇതിൽ ഓക്കെ എന്ന് കൊടുത്ത് പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വന്നിരിക്കുന്ന പേജിൽ അപേക്ഷകൻ്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് നൽകേണ്ടത്. +2ൻ്റെ വിവരങ്ങളാണ് നൽകേണ്ടത്. ടൈപ്പ് ഓഫ് എക്സാമിനേഷൻ പാസ്ഡ് എന്നുള്ള ഓപ്ഷനിൽ റെഗുലറായിട്ട് പഠിച്ചവർ റെഗുലർ എന്നുള്ള ഓപ്ഷൻ നൽകുക. ബോർഡ് ഏതാണെന്ന് കൃത്യമായി സെലക്ട് ചെയ്യുക. സ്ട്രീം സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഏതാണ് പഠിച്ചതെന്ന് കൊടുക്കുക. പാസ് ഔട്ടായ വർഷം കൊടുക്കുക. നമ്പർ ഓഫ് അപ്പിയറൻസ് എന്നുള്ള ഓപ്ഷനിൽ എക്സാം എത്ര തവണ അറ്റൻഡ് ചെയ്തിട്ടാണ് പാസ് ഔട്ട് ആയത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു തവണ കൊണ്ട് പാസ് ഔട്ട് ആയവരാണെങ്കിൽ 1 എന്ന് കൊടുക്കുക. എക്സാമിനേഷൻ രജിസ്റ്റർ നമ്പർ എന്നുള്ള ഓപ്ഷനിൽ പരീക്ഷ എഴുതിയതിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ കൃത്യമായിട്ട് കൊടുക്കുക. +2ന് മാർക്ക് സിസ്റ്റമാണ് വരുന്നതെങ്കിൽ മാർക്ക് സിസ്റ്റം എന്നുള്ള ഓപ്ഷൻ നൽകാവുന്നതാണ്. കേരള ബോർഡ് പഠിച്ചവർക്ക് മാർക്ക് സിസ്റ്റമാണ് വരുന്നത്. ഡു യു ഹാവ് പ്രീ നോളജ് ഓഫ് അറബിക് ഇൻ സെക്കൻഡറി ഓർ ഹയർ സെക്കൻഡറി ലെവൽ ചോദിക്കുന്നുണ്ട്. അറബി പഠിച്ചവരാണെങ്കിൽ മാത്രം എസും, അതല്ലാത്തവർ നോ എന്നും കൊടുക്കുക. +2ൻ്റെ മാർക്ക് ഡീറ്റെയിൽസ് ആണ് നൽകേണ്ടത്. പാർട്ട് 1 സബ്ജക്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ഇംഗ്ലീഷ് എന്ന് വന്നിട്ടുണ്ട്. മാർക്ക് ഒബ്റ്റൈൻഡ് എന്നുള്ള ഓപ്ഷനിൽ സർട്ടിഫിക്കറ്റിൽ ഓൾറെഡി ലഭിച്ചിട്ടുള്ള മാർക്കാണ് ഒബ്റ്റൈൻഡിൽ നൽകേണ്ടത്. മാക്സിമം മാർക്ക് ഡിഫോൾട്ടായിട്ട് അവിടെ വന്നിട്ടുണ്ട്. ടോട്ടൽ മാർക്ക് 200 എത്രയാണോ ലഭിച്ചിരിക്കുന്നത് അത് കൃത്യമായിട്ട് കൊടുക്കുക. സെക്കൻഡ് ലാംഗ്വേജ് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ലഭിച്ചിരിക്കുന്ന മാർക്ക് കൊടുക്കുക. പാർട്ട് 3 സബ്ജക്റ്റ് 1 എന്നുള്ള ഓപ്ഷനിൽ ഫിസിക്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് നൽകുക. ഫിസിക്സിന് ലഭിച്ചിരിക്കുന്ന മാർക്ക് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സബ്ജക്റ്റ് 2 എന്നുള്ള ഓപ്ഷനിൽ കെമിസ്ട്രി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ്. കെമിസ്ട്രി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് നൽകുക. കെമിസ്ട്രിക്ക് ലഭിച്ചിരിക്കുന്ന മാർക്ക് കൃത്യമായിട്ട് സൈഡിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പാർട്ട് 3 എന്നുള്ള ഓപ്ഷനിൽ ബയോളജി എന്നുള്ള ഓപ്ഷനാണ് നൽകേണ്ടത്. ബയോളജി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ബയോളജിക്ക് ലഭിച്ചിരിക്കുന്ന മാർക്ക് കൊടുക്കുക. പാർട്ട് 4 എന്നുള്ള ഓപ്ഷനിൽ ഏത് സബ്ജക്റ്റാണോ സയൻസ് പഠിച്ചിരിക്കുന്നത്, മാത്സ് ആണെങ്കിൽ മാത്സ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തതിന് ശേഷം ലഭിച്ചിരിക്കുന്ന മാർക്ക് കൃത്യമായിട്ട് കൊടുക്കുക. ഗ്രാൻഡ് ടോട്ടൽ ഡിഫോൾട്ടായിട്ട് സൈറ്റിൽ വരുന്നതാണ്. വിവരങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുത്തതിന് ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് പേജ് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് വരുന്ന പേജിൽ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ്. ഫോട്ടോഗ്രാഫ് JPG ഫോർമാറ്റിൽ 40 KB കുറവ് 150, 200 വിട്ടും ഹൈറ്റും വരുന്ന രീതിയിലാണ് സൈറ്റിലേക്ക് അറ്റാച്ച് ചെയ്ത് നൽകേണ്ടത്. ഫോട്ടോഗ്രാഫ് കൃത്യമായിട്ട് ഫോട്ടോഷോപ്പ് യൂസ് ചെയ്തുകൊണ്ട് സ്കാൻ ചെയ്ത് സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ സൈറ്റിലേക്ക് സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്ത് നൽകേണ്ടതാണ്. 150, 100 വരുന്ന രീതിയിൽ 40 KB കുറവ് JPG ഫോർമാറ്റിലാണ് സിഗ്നേച്ചർ അറ്റാച്ച് ചെയ്യേണ്ടത്. സൈറ്റിൽ ചൂസ് ഫയൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫയൽ സെലക്ട് ചെയ്തതിന് ശേഷം അപ്ലോഡ് ഫോട്ടോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഫോട്ടോ അപ്ലോഡ് ആകുന്ന സമയത്ത് സൈറ്റിൽ വ്യൂ വരുന്നതാണ്. ചെക്ക് ചെയ്ത് നോക്കുക. അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഫോട്ടോ കറക്റ്റ് ആണെങ്കിൽ കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ സിഗ്നേച്ചറും കൃത്യമായിട്ട് സൈറ്റിലേക്ക് ഒന്ന് അപ്ലോഡ് ചെയ്യുക. പേജിൻ്റെ താഴെയായിട്ടുള്ള കണ്ടിന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് പേജിലേക്ക് വരാവുന്നതാണ്. നെക്സ്റ്റ് വരുന്ന പേജിലാണ് ഓപ്ഷൻസ് കൊടുക്കേണ്ടത്. ഏത് കോളേജിൽ ഏത് കോഴ്സിനാണോ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് കോഴ്സും കോളേജും സെലക്ട് ചെയ്ത് നൽകേണ്ടതാണ്. 30 ഓപ്ഷൻ വരെ ഒരു കുട്ടിക്ക് നൽകാൻ സാധിക്കുന്നതാണ്. ഒരു ഓപ്ഷൻ കൊടുത്തും അപേക്ഷ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. കൂടുതൽ കോളേജുകളിൽ ഓപ്ഷൻസ് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ആപ്ലിക്കൻ്റ് ഇഷ്ടമുള്ളത്ര കോളേജുകളിൽ മാക്സിമം 30 എണ്ണം വരെ അപേക്ഷ സെലക്ട് ചെയ്ത് സമർപ്പിക്കാവുന്നതാണ്. ഏത് കോഴ്സാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് ആദ്യം സെലക്ട് ചെയ്ത് കൊടുക്കുക. താഴെ കോളേജ് ലിസ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ എല്ലാ കോളേജിൻ്റെയും ഡീറ്റെയിൽസ് വരുന്നതാണ്. അതായത് ആ കോഴ്സ് വരുന്ന എല്ലാ കോളേജിൻ്റെയും ഡീറ്റെയിൽസ് വരുന്നതാണ്. ഏത് കോളേജിലാണോ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു കോളേജിൻ്റെ പേരൊന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ആഡ് യുവർ ഓപ്ഷൻ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സേവ് ആൻഡ് റിഫ്രഷ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നൽകിയിരിക്കുന്ന ഓപ്ഷൻസ് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. വേണ്ട എങ്കിൽ ഇൻഡു മാർക്ക് ക്ലിക്ക് ചെയ്ത് ക്ലോസ് ചെയ്യാം. അതല്ല ആ ഒരു ഓപ്ഷൻ തൊട്ട് മുകളിലാണ് വേണ്ടതെങ്കിൽ മുകളിലോട്ടുള്ള ആരോയും, തൊട്ട് താഴെയാണ് വേണ്ടതെങ്കിൽ അതായത് ഒന്നാമതായിട്ട് കൊടുത്ത ഓപ്ഷൻ രണ്ടാമതാണ് വേണ്ടതെങ്കിൽ താഴോട്ടുള്ള ഓപ്ഷനും, അഞ്ചാമതായിട്ട് കൊടുത്തുള്ള ഓപ്ഷൻ ഒന്നാമതാണ് വേണ്ടതെങ്കിൽ മുകളിലോട്ടുള്ള ആരോയും ക്ലിക്ക് ചെയ്ത് ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്തതിന് ശേഷം പ്രിവ്യൂ ആൻഡ് വെരിഫൈ കംപ്ലീറ്റഡ് ആപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക.
നെക്സ്റ്റ് വരുന്നത് പേയ്മെൻറ്റ് പേജാണ്. പേജിൻ്റെ താഴോട്ട് സ്ക്രോൾ ചെയ്തിട്ട് ഡിക്ലറേഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാം. പേയ്മെൻറ്റ് റിവ്യൂ പേജിൽ വന്നിരിക്കുന്ന റെഫറൻസ് ഐ ഡി ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, UPI ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. ഞാനിവിടെ QR കോഡിൻ്റെ ഓപ്ഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പ്രൊസീഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും വന്നിരിക്കുന്ന പേജിൽ വീണ്ടും പ്രൊസീഡ് കൊടുക്കുക. ഓൾറെഡി ഹോം പേജ് ആണ് വരിക, അതായത് ആപ്ലിക്കേഷൻ ചെയ്തിരിക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് ആണ് വരിക. എല്ലാ വിവരങ്ങളും കൃത്യമായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഏതെങ്കിലും വിവരങ്ങളിൽ തിരുത്തൽ ആവശ്യമാണെങ്കിൽ പേജിൽ തന്നെ കൊടുത്തിരിക്കുന്ന എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്ത് വിവരങ്ങളാണോ അപ്ഡേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു ഡീറ്റെയിൽസ് കൃത്യമായിട്ട് തിരുത്തിയതിന് ശേഷം സബ്മിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. സബ്മിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും ഹോം പേജിലേക്ക് തന്നെയാണ് അപേക്ഷാ ഫോം വരുന്നത്. വീണ്ടും വിവരങ്ങളൊക്കെ ഒന്ന് കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. എല്ലാ ഡീറ്റെയിൽസും ഓക്കെ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ പേജിൻ്റെ ഏറ്റവും മുകളിലായിട്ടൊരു ഡിക്ലറേഷൻ ബോക്സ് ടിക്ക് ചെയ്ത് നൽകാനുണ്ട്. ഡിക്ലറേഷൻ ബോക്സിലൊന്ന് ടിക്ക് കൊടുത്തതിന് ശേഷം അപേക്ഷ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഡിക്ലറേഷൻ ബോക്സിൽ ടിക്ക് നൽകുക. അതിനുശേഷം ഫൈനൽ സബ്മിഷൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അപേക്ഷ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ശേഷം പേജിൽ വന്നിരിക്കുന്ന പ്രിൻ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടും എടുക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷകന് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ചതിന് ശേഷമായിരിക്കും കോളേജിൽ ജോയിൻ ചെയ്യേണ്ടത്. അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് ഒക്കെ സൈറ്റിൽ തന്നെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.